Hi guys, welcome back to my drama teller. ബോക്സു ഞാനിത് നിനക്ക് പ്രസന്റ് തന്നില്ലേ, ഇനി നീ തന്നെ ഇട്ടോ എന്ന് പറയുന്നു. യാനും ഓക്കെ പറഞ്ഞു പോകുന്നു. അവന്റെ ഫ്രണ്ട് അങ്ങോട്ട് വന്ന് യാന് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. ബോക്സുവും അറിയാവുന്ന റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളെ ഡേറ്റ് ചെയ്തൂടെ, അത് നിങ്ങളുടെ ബിസിനസ്സിന് നല്ലതായിരിക്കും. ഈ ബിസിനസ് മൈൻഡൊക്കെ എന്റെ അച്ഛൻ കാരണമാണ് എനിക്ക് കിട്ടിയത്. നിനക്കും നിന്റെ ബിസിനസ്സുമായിട്ട് ഒരു കണക്ഷൻ ഒക്കെ വേണം, അതുകൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാം നേടാൻ പറ്റും. നിന്റെ അച്ഛൻ ഇതിനെ കുറിച്ചൊന്നും നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. ബോക്സു നീ ഇപ്പൊ ഈ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ പഠിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? അപ്പോ നിനക്ക് വേറെ സെലിബ്രിറ്റീസിനൊക്കെ അറിയില്ലേ, നീ അവരെയൊക്കെ വിളിക്കേ, എല്ലാവരെയും വിളിക്കേ. യാന് പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. സോ നീ നിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കേ എന്ന് ഫ്രണ്ട് പറയുന്നു. ബോക്സും എനിക്ക് അറിയുന്നവരുണ്ട് എന്ന് പറഞ്ഞ് ജെയ്സിനെ വിളിക്കുന്നു. ഷെൻഷനെ വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് ബോക്സു ഇനി ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആവണ്ട എന്നുള്ളത് കമ്പനി പറഞ്ഞിട്ടുണ്ട്, സോ ഇനി മുതൽ ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആയിരിക്കില്ല എന്ന് അവള് പറഞ്ഞത് ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളെ വിളിക്കുന്നില്ല. ഇവിടെ റെക്കോർഡിംഗ് റൂമിൽ സീറോ പാടിക്കൊണ്ടിരിക്കുവാണ്. ഡയറക്ടർ ഡൂവും മിസ്റ്റർ ചാങ്ങും പിന്നെ ഒരു വർക്കറും ആ പാട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പാട്ട് പാടി കഴിഞ്ഞ വന്നപ്പോ നീ ഫസ്റ്റ് ട്രൈ എന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സോങ് സീക്രട്ട് ആയിട്ട് ഒരാളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചുള്ളതാ. നിനക്കും ആ ഫീലിങ്സ് ഒക്കെ ഉണ്ടോ, കാരണം നീ നല്ല ഫീലോട് കൂടിയിട്ടാ പാടിയത് എന്ന് ഡയറക്ടർ ഡൂ പറയുന്നു. കൂടാതെ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഷെൻഷനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാര്യത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുന്നു. സീറോ സത്യത്തിൽ നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ബ്ലൂം കമ്പനിക്ക് ഇപ്പൊ ഹാർഡ് ടൈം ആണ്. അവിടുത്തെ ബോസ് എന്റെ ഫ്രണ്ടും ആണ്, എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര പെട്ടെന്നൊന്നും അവരെ ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല. പക്ഷേ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നടക്കുമോന്നറിയില്ല. ബ്ലൂം കമ്പനിയുടെ കയ്യിൽ പണമില്ലെങ്കിലും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ബോസിന് എക്സ്പീരിയൻസ് കുറവാണ്, പക്ഷേ എബിലിറ്റീസ് ഉണ്ട്. സ്റ്റാർ എന്റർടൈൻമെന്റ് കമ്പനി ആണെങ്കിൽ ഒരു വലിയ കമ്പനിയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ട്ണറിനെ കിട്ടും. ബ്ലൂം കമ്പനിക്ക് അവരുടെ സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളുടെ സഹായം കൊണ്ട് ഉയർന്ന നിലയിലേക്ക് എത്താനും പറ്റും എന്ന് സീറോ പറയുന്നു. ഈ ഒരു കാര്യം ഡയറക്ടർ ഡൂവിനും മിസ്റ്റർ ചാങ്ങിനും നല്ലൊരു ഐഡിയ ആയിട്ടാണ് തോന്നുന്നത്. നീ നന്നായിട്ട് അവരെ രണ്ടുപേരെയും മാനേജ് ചെയ്തല്ലോ, അപ്പൊ നിനക്ക് പാടാൻ മാത്രമല്ല കമ്പനി മാനേജ് ചെയ്യാനും അറിയാം അല്ലേ എന്ന് ഷെൻഷൻ പറയുന്നു. സീറോയും ഷെൻഷനും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ ഷെൻഷൻ ഒരു കോള് വരുന്നു. സീറോ അവളോട് ബായ് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഷെൻഷൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതും കേൾക്കുന്നത് ബോക്സുവിന്റെ ഫാൻ ഗേളിന്റെ കരച്ചിലാണ്. ബോക്സുവിനോട് പറയോ എനിക്ക് ബോക്സുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്, എപ്പോഴും ഞാൻ അവന്റെ ഫാൻ തന്നെ ആയിരിക്കും എന്ന് നീ അവനോട് പറയോ എന്ന് ഫാൻ ഗേൾ ചോദിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. ഇത് കേട്ട് ഷെൻഷൻ നിനക്ക് എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്നു. ഫാൻ ഗേള് ബോക്സു എനിക്ക് തന്ന ഹാൻഡ് കർച്ചീഫും ഫോട്ടോയും എല്ലാം നിന്റെ റൂമിലുണ്ട്, നീ അത് എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം. ഇനി എനിക്ക് അവനെ കാണാൻ പറ്റില്ലേ എന്ന് ആലോചിച്ച് പേടിയാവുന്നുണ്ട് എന്ന് ഫാൻ ഗേൾ പറയുന്നതും അവളുടെ അമ്മ അടുത്തേക്ക് വന്ന് നീ ആരെയാ വിളിക്കുന്നത്, നിന്റെ ഐഡലിനോടാണോ സംസാരിക്കുന്നത്? ആ ബോക്സു എന്ന് പേരുള്ള ഒരുത്തൻ നിന്റെ ഫോൺ ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ വല്ല ചാട്ടവാറും വെച്ചടിക്കും എന്ന് പറയുന്നു. ഫാൻ ഗേള് എന്നാ അടിക്ക്, പിന്നെ എന്തിനാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. അവളും അവളുടെ അമ്മയും തമ്മിൽ വഴക്ക് നടക്കുവാണെന്ന് മനസ്സിലാക്കി ഷെൻഷൻ കൂളാവ്, സമാധാനപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോള് കട്ടാവുന്നു. ഇവിടെ അമ്മ നീ നിന്റെ അച്ഛനെ പോലെ അഭിനയിക്കുവാണ്, ഇത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞ് അവൾ നന്നായി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അമ്മ അവളെ അടിച്ച് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാനുള്ള ശ്രമത്തിലാണ്, എന്നാൽ അവൾ ആ ഫോൺ കൊടുക്കുന്നില്ല. അമ്മയെയും തള്ളിയിട്ട് അവൾ അവിടെ നിന്ന് ഓടുന്നു. ഇവിടെ ഷെൻഷൻ ഓടി വരുമ്പോൾ ഡയറക്ടർ യു അവളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ബോക്സുവിന് ഒരു ഡൈഹാർഡ് ഫാൻ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ ഞാനും അത് പറയാൻ വരുമായിരുന്നു, ഇപ്പൊ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് വീട്ടിൽ അവളുടെ അമ്മയോട് വഴക്കിട്ടിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുന്നു. മാനേജർ സൺ നിന്റെ പ്രശ്നം എന്താ, ഈ കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട. ഫാൻസും കമ്പനിയും തമ്മിൽ ഒരു കണക്ഷനും വേണ്ട, മീഡിയ എന്തെങ്കിലും കിട്ടാനായിട്ട് കാത്തിരിക്കുക. ആ കാര്യത്തെക്കുറിച്ച് നിനക്ക് നന്നായി അറിയാലോ, ബോക്സും മീഡിയയും തമ്മിൽ ഈ അടുത്താണ് പ്രശ്നം ഉണ്ടായത്. സോ അവൻ ഈ കാര്യത്തിൽ ഒരു ബന്ധവും ഇല്ലെങ്കിലും എന്തായാലും മീഡിയ അവന്റെ മേലെയായിരിക്കും കുറ്റം ചുമത്താൻ വേണ്ടി ശ്രമിക്കുക. എന്താണോ മീഡിയക്ക് വേണ്ടത് അതാണ് ഇപ്പൊ നീ കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. നമുക്ക് ഇതൊക്കെ എങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുക എന്ന് ഷെൻഷൻ ചോദിക്കുമ്പോ നീ എന്ത് ചെയ്യാൻ പോകുക, നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാനേജർ സൺ പറയുന്നു. ഷെൻഷൻ അവള് ബോക്സുവിന്റെ ഫാനാണ്, ഇനി അവള് ബോക്സുവിന്റെ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും നമുക്കിങ്ങനെ ഇത് കണ്ട് കണ്ണടച്ചിരിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നു. ഡയറക്ടർ യു ഇത് കേട്ട് ബോക്സു നമ്മുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം. മാത്രമല്ല നമ്മളിപ്പോൾ മോശം സിറ്റുവേഷനിലാണ്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത എഫേർട്സ് എടുക്കരുത്, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. മാനേജർ സൺ ഒരു പ്രസ് റിലീസ് ഇപ്പൊ തന്നെ എഴുതണം, അവളെ കുറിച്ച് ഒരു ബ്രീഫ് നോട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അവളും നമ്മുടെ കമ്പനിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ്മെന്റും കൊടുക്കണം. പിന്നെ നിനക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം, പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ കമ്പനി ഇതിൽ ഇൻവോൾവ് ആണെന്ന് പറയരുത് എന്ന് റൂഡായിട്ട് അവളോട് സംസാരിക്കുന്നു.
ഷെൻഷൻ അവൾ എന്നെ വിളിച്ചുകൊണ്ട് തന്നെ ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഡയറക്ടർ യു അവളെ തടയുന്നു. എനിക്കറിയാം നീ അവളുടെ കാര്യം ആലോചിച്ച് ടെൻഷനിലാണെന്ന്, പക്ഷേ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ കമ്പനിയുടെ പൊസിഷനും കൂടെ ഒന്ന് ആലോചിക്കണം എന്ന് പറയുന്നു. ഇത് കേട്ട് ഷെൻഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് ബോക്സുവിനോട് അവളെ കാണാൻ പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ സൺ വീണ്ടും വീണ്ടും അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവളോട് സംസാരിച്ചിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോകുന്നു. ഷെൻഷനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുവാണ്. അവളുടെ കോവർക്കർ അവളുടെ അടുത്തേക്ക് വന്ന് നിനക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് നീ ചെയ്യേ എന്ന് പറയുന്നു. ഈ ഒരു കാര്യം കേൾക്കുന്നതും ഷെൻഷൻ അവിടുന്ന് പോകാൻ നിൽക്കുന്നു. ഡയറക്ടർ ഡു അവളോട് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നീ എന്ന് ചോദിക്കുമ്പോൾ ഐ എം സോറി എന്നും പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. ഇവിടെ ജെയ്സനും ബോക്സും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ജെയ്സൺ ഷെൻഷൻ ഇന്ന് വന്നില്ലേ, അവള് നിനക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബോക്സുവിന് ഷെൻഷൻ കോൾ ചെയ്യുന്നു. ബോക്സു ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത് കണ്ട് ജെയ്സൺ നീ എന്താ കോൾ എടുക്കാത്തേ എന്ന് ചോദിക്കുന്നു. ബോക്സു അവൾ ഇനി എന്റെ അസിസ്റ്റന്റ് അല്ല, എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാനും ഇല്ല എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് അവൾ നല്ലവളാണെന്നാണ് എന്ന് ജെയ്സൺ പറയുന്നത് കേട്ട് ബോക്സു അതിന് നിനക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗേൾ ഉണ്ടോ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഷെൻഷനെ കുറിച്ച് വീണ്ടും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഷെൻഷൻ ബോക്സുവിന് മെസ്സേജ് ചെയ്യുന്നു, നിന്റെ ആ ഫാൻ ഗേൾ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്, നീ എന്തായാലും വരണം, അവൾ മറ്റുള്ള എന്തിനേക്കാളും പ്രഷ്യസ് ആണ് എന്നാണ് ഷെൻഷൻ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ജെയ്സൺ അത് ഷെൻഷൻ ആണോ എന്ന് ചോദിക്കുന്നതും ബോക്സു എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, നീ ഇവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അവൻ ജെയ്സന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത് കണ്ട് ജെയ്സൺ നീ ഭയങ്കര നുണയനാ, ഷെൻഷനെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എത്ര സ്പീഡിലാ പോകുന്നതെന്ന് കണ്ടില്ലേ എന്ന് പറയുന്നു. ഇവിടെ ഫാൻ ഗേള് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുവാണ്. അമ്മ അവളെ ഒരുപാട് വിളിക്കുന്നുണ്ട്, കൂടെ ബോക്സുവിന് ചീത്തയും പറയുന്നുണ്ട്. അവള് ബോക്സു ആണ് എന്റെ എല്ലാം, എന്റെ വെളിച്ചവും ദൈവവും എല്ലാം, അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല, എന്നെ അടിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്, എന്റെ അടുത്തേക്ക് വന്നു പോരുത് എന്ന് പറഞ്ഞ് അവള് ചാടാൻ വേണ്ടി നിൽക്കുവാണ്. ഷെൻഷൻ അങ്ങോട്ടേക്ക് അവളുടെ പേര് വിളിച്ചു വരുന്നു. ഫാൻ ഗേള് ഷെൻഷ ഇവരെന്നെ ബോക്സുവിന്റെ ഫാനായിട്ട് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് ചാടാൻ നിൽക്കുമ്പോൾ ഷെൻഷൻ നിക്ക് നിക്ക് നീ ഇങ്ങോട്ടേക്ക് വാ, നീ ഇങ്ങോട്ടേക്ക് വന്നാൽ ഞാനും ആന്റിയും ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം എന്ന് അവള് പറയുന്നു. ഈ സമയത്തിനുള്ളിൽ ഫയർഫോഴ്സ് വന്നിട്ട് എയർബെഡ് ഒക്കെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. ബോക്സും അങ്ങോട്ടേക്ക് വരുന്നു. അവൻ നേരെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകുന്നു. അവൻ അങ്ങോട്ട് എത്തിയ പാടെ ചോദിക്കുന്നത് നിനക്ക് പ്രാന്താണോ എന്നാണ്. ഫാൻ ഗേള് എന്റെ അമ്മ നിന്റെ ഫാനായിട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. ബോക്സു നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ, ഞാൻ നിന്റെ ഐഡൽ ആണെങ്കിൽ നീ ഇപ്പൊ അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും അവളൊന്ന് കൂളായിട്ട് നീ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി വരുന്നു. അവളുടെ അമ്മ ഇതൊക്കെ കണ്ട് ഞാൻ നിന്റെ കണ്ണിൽ ഒന്നും അല്ലാലേ, ഇവര് രണ്ടുപേരുമാണല്ലേ നിനക്കെല്ലാം, എന്റെ മകൾക്ക് എന്നെ ഇഷ്ടമല്ല, ബാക്കിയുള്ളവരാണ് അവൾക്ക് പ്രധാനം, എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയേ, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല, ഞാനും മരിക്കാൻ പോകുവാണ് എന്ന് പറഞ്ഞ് അമ്മയും ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുന്നു. എല്ലാവരും തടയാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. പിടിവലിയുടെ ഇടയിൽ ഷെൻഷനെ അവര് തള്ളുന്നു. അവള് ബാലൻസ് തെറ്റിയിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ബോക്സും ആകെ ഷോക്കായി അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ചാടുന്നു. ഈ ഒരു കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടുന്നു. വീഴുന്നതിന്റെ ഇടയ്ക്ക് ഷെൻഷനെ ബോക്സ് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവള് മുകളിലേക്കും അവൻ താഴെയും വരുന്ന രീതിയിൽ തിരിയുന്നു. രണ്ടുപേരും നേരെ എയർബെഡിലേക്കാണ് വീഴുന്നത്. ഇപ്പൊ ഷെൻഷൻ ബെഡിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നു. സ്വപ്നം കണ്ടാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട, അവൾ ഹോസ്പിറ്റലിലാണ്. നഴ്സ് വന്ന് അവളെ ശരിക്കും കിടത്തുന്നു. ഡോക്ടർ വന്ന് ഇപ്പൊ എങ്ങനെയുണ്ട്, എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ, കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. ഒരുപാട് സമയമായോ ഞാൻ ഉറങ്ങാൻ തുടങ്ങിയിട്ട് എന്ന് ഷെൻഷൻ ചോദിക്കുമ്പോൾ ഡോക്ടർ 10 മണിക്കൂറായിട്ട് നീ കോമയിലായിരുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട്, ഫിസിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ട്, ഫ്രാക്ചറോ മറ്റ് അവയവങ്ങൾക്ക് പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല, അത്ര മുകളിൽ നിന്ന് വീണിട്ടും ഒന്നും സംഭവിക്കാത്തത് ഒരു മിറാക്കിൾ ആണ്, പേടിച്ചത് കാരണമാണ് നീ അൺകോൺഷ്യസ് ആയി പോയത് എന്ന് പറഞ്ഞ് അവളെ ചെക്ക് ചെയ്യുന്നു. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ സമയത്ത് ആ പയ്യൻ നിന്നെ രക്ഷിച്ചതുകൊണ്ടാണ് നീ സേഫ് ആയത്. അവൻ നിന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു, മാത്രമല്ല നീ അവന്റെ മേലേക്കാണ് വീണത്, നിന്നേക്കാൾ കൂടുതൽ പരിക്ക് പറ്റിയിരിക്കുന്നത് അവനാണ്, അവന്റെ മേലേക്കായിരുന്നു കൂടുതൽ ഫോഴ്സ് ഉണ്ടായിരുന്നത് എന്ന് ഡോക്ടർ പറയുന്നു. ഷെൻഷൻ അത് കേൾക്കുന്നതും അവനെ കാണാൻ വേണ്ടി പോകാൻ നിൽക്കുന്നത് കണ്ട് ഡോക്ടർ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അവന്റെ കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ട്, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് ദിവസം കൂടി ഇവിടെ കിടക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇപ്പൊ ഷെൻഷൻ ബോക്സുവിനെ കാണാൻ വേണ്ടിയിട്ട് അവനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് വന്നിരിക്കുവാണ്. അവന്റെ കൈയിനും കാലിനും എല്ലാം ഫ്രാക്ചർ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് അവന്റെ സെർവിക്കൽ കോളറിൽ തൊട്ട് നോക്കുന്നു. ഇപ്പൊ അവൻ എഴുന്നേക്കുന്നു. ബോക്സു ഞാൻ ദിവസം മുഴുവൻ ഇങ്ങനെ കിടക്കുമായിരുന്നു, നീ ഒന്ന് എന്നെ എഴുന്നേറ്റിരിക്കാൻ സഹായിക്കുമോ? ആ ഡോക്ടേഴ്സിനോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നെ അവരെ അനങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. ഷെൻഷൻ അങ്ങനെയാണെങ്കിൽ നീ അവര് പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. അവള് ഞാൻ നിനക്ക് ടെക്സ്റ്റ് ചെയ്തപ്പോ നീ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, വരുമായിരിക്കും എന്നൊരു ചെറിയ പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. ബോക്സു അവൾ എന്റെ ഫാനല്ലേ, അപ്പൊ അവളെ എങ്ങനെയാ എനിക്ക് ഒഴിവാക്കാൻ പറ്റുക? പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് നീ എന്തിനാണ് അവിടെ പോയതെന്നാണ്. ഒരാളെ രക്ഷപ്പെടുത്താനാണ് എന്നെനിക്ക് മനസ്സിലായി, പക്ഷേ നീ എന്തിനാ എടുത്ത് ചാടിയതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നിനക്ക് ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ എന്നവൻ ചോദിക്കുന്നു. ഷെൻഷൻ ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോക്കൂടാ, ഞാൻ നിന്റെ അസിസ്റ്റന്റ് അല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ട് ബോക്സു
നീ എന്റെ അസിസ്റ്റന്റ് ആയാലും ഇതുപോലുള്ള സിറ്റുവേഷനിൽ നീ എന്നെ രക്ഷപ്പെടുത്താൻ പാടില്ല. നിന്നോട് ഈ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നവൻ പറയുന്നു. ഷെൻഷൻ, ഇത് എന്റെ തെറ്റല്ല. അവളുടെ അമ്മ എത്ര ഹെവി ആണെന്ന് നിനക്കറിയോ? ഞാനും അവരെ തള്ളാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ അവളുടെ അമ്മ അതേ സ്ട്രെങ്ത്തിൽ എന്നെയും തള്ളി എന്ന് പറയുമ്പോ ബോക്സു, എന്തൊരു മെലിഞ്ഞിട്ടാ നീ. അവളുടെ അമ്മേന്റെ കാര്യം വിട്, അവളെപ്പോലും നിനക്ക് തള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. ഷെൻഷൻ, ഇന്ന് സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നീ നിന്റെ ഫാൻസിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. നിന്റെ ഫാൻ ആകുന്നത് എന്തായാലും നല്ല മൂല്യമുള്ള കാര്യമാണ് എന്നവള് പറയുന്നു. ഇപ്പൊ ബോക്സുവിന് ടോയ്ലറ്റിൽ പോകണം. സോ അവൻ ഷെൻഷനോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഷെൻഷൻ ആദ്യം ഒന്നും മടിച്ചെങ്കിലും വേറെ ആരും അവിടെ ഇല്ലാത്തത് കാരണം ഷെൻഷൻ തന്നെ അത് ചെയ്യേണ്ടി വരുമെന്ന് അവക്ക് മനസ്സിലാവുന്നു. ഞാൻ അറിയാതെങ്ങാ നിന്നെ വേദനിപ്പിച്ചാൽ നീ എന്നെ ചീത്ത പറയരുത് എന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഷെൻഷൻ ഈ പരിപാടി തുടങ്ങുന്നത്. ഇത് പറഞ്ഞ് 2 സെക്കൻഡ് കഴിയുന്നതിന്റെ മുന്നേ തന്നെ ഷെൻഷൻ ട്രിപ്പ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബോക്സുവിന്റെ കൈ വേദനിക്കുന്നു. എന്നിട്ട് പിന്നെയും ശ്രദ്ധിക്കാതെ അവനെ പോയി പിടിക്കാൻ നിൽക്കുന്ന നേരത്ത് വീണ്ടും അവന് വേദനിക്കുന്നു. ഈ വേദനയെല്ലാം സഹിച്ചുകൊണ്ട് ബോക്സു, എനിക്ക് തോന്നുന്നത് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഞാൻ വടിയാവുന്നതാണ്. അതെന്റെ കയ്യിനോ കാലിനോ ഒന്നും കുഴപ്പമുണ്ടായിട്ടല്ല, നീ എന്നെ കൊല്ലും അതുകൊണ്ടാണ് എന്നവൻ പറയുന്നു. അവൾ അവനെ പിടിച്ചു നടക്കുന്നു. ബോക്സു, നീ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നും പറഞ്ഞിട്ടാണ് അവൻ നടക്കുന്നതല്ല ഞൊണ്ടുന്നത്. അവൻ ഈ ഡ്രിപ്പും വെച്ച് മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്തത് കാരണം അവനത് അഴിക്കുന്നു. സോ ഷെൻഷൻ അത് അവിടെയുള്ള ടേബിളിൽ വെക്കുന്നു. ഇവിടെ കമ്പനിയിലെ പ്രസിഡന്റ് റെക്ടൽ ക്യാൻസറിന്റെ റിപ്പോർട്ട് നോക്കുവാണ്. ഡയറക്ടർ ഡു അങ്ങോട്ടേക്ക് വന്ന്, നീ എന്താ നോക്കുന്നേ എന്ന് ചോദിക്കുന്നു. അതൊന്നുമില്ല എന്ന് പ്രസിഡന്റ് പറയുന്നു. ഡയറക്ടർ ഡു ഇപ്പോ ന്യൂസ് കണ്ടോന്ന് ചോദിക്കുന്നു. നിന്റെ ഫേവറേറ്റ് എംപ്ലോയി ബോക്സു ഒരു ഫാനിനെ രക്ഷിക്കാൻ പോയത് കാരണം തലയിടിച്ച് വീണു. അവനിത് ചുമ്മാ ഷോയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചത് അവൻ ഭയങ്കര ഹാർഷും ക്രൂവലും ഒക്കെ ആയിരിക്കും എന്നാ. പക്ഷേ ഇത്രയ്ക്ക് വാം ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് അവൻ എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പ്രസിഡന്റ് ആ ന്യൂസ് നോക്കുന്നു. ഇവിടെ ഡയറക്ടർ നാനും ആ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. തന്റെ ഫാനിനെയും ഫാനിന്റെ അമ്മയെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് ബോക്സ് വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ന്യൂസ് വന്നിട്ടുള്ളത്. നിങ്ങൾ ന്യൂസ് കണ്ടോ എന്ന് ചോദിച്ച് ഡയറക്ടർ യുവും മാനേജർ സാനും ഡയറക്ടർ നാനിന്റെ ക്യാബിനിലേക്ക് വരുന്നു. ഇത് നമുക്ക് നല്ലതാണ്. ബോക്സുവിന്റെ മേലെയുള്ള റെസ്ട്രിക്ഷൻ മീഡിയ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രസിഡന്റിനോട് ഇപ്പൊ തന്നെ ഈ കാര്യം പറയണം എന്ന് ഡയറക്ടർ നാൻ പറയുമ്പോഴേക്ക് പ്രസിഡന്റ് അങ്ങോട്ടേക്ക് വരുന്നു. പ്രസിഡന്റ് വന്നപാടെ ചോദിക്കുന്നത് ബോക്സുവിനെ കുറിച്ചുള്ള ന്യൂസ് കണ്ടോ എന്നാണ്. ഡയറക്ടർ നാൻ, ബോക്സു ഫാനിനെ രക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ളത്. ഒറ്റൊരു രാത്രി കൊണ്ട് അവനൊരു ഹീറോ ആയി മാറി എന്ന് പറയുന്നു. പ്രസിഡന്റ്, ഈ ഒരു ആക്സിഡന്റ് ബോക്സുവിന്റെ ഇമേജ് മൊത്തത്തിൽ മാറ്റിമറിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഷെൻഷൻ മാത്രം എന്തുകൊണ്ടാണ് അവിടെ ഉള്ളത്? എന്തുകൊണ്ടാണ് ബാക്കി ആരും അവളെ സഹായിക്കാൻ പോകാതിരുന്നത് എന്ന് പ്രസിഡന്റ് ചോദിക്കുന്നു. അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. ബോക്സു ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ പേടിച്ചു. ഷെൻഷനോട് സത്യത്തിൽ നമ്മൾ താങ്ക്സ് പറയുവാണ് വേണ്ടത്, ഇത്ര നന്നായിട്ട് അവൾ ഈ പ്രോബ്ലം ഹാൻഡിൽ ചെയ്തതിന് എന്ന് ഡയറക്ടർ യു പറയുന്നു. നൈറ്റ് ഷെൻഷൻ ബോക്സുവിന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നു. അവന് നന്നായിട്ട് പനിക്കുന്നുണ്ട്. ഡോക്ടർ വന്ന് നോക്കുമ്പോൾ അവന്റെ ഡ്രിപ്പ് കാണുന്നില്ല. നിങ്ങൾ എന്തിനാണ് അവന്റെ സിറിഞ്ച് അഴിച്ചത്? അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. എന്താ നീ ഇത്രയ്ക്ക് കെയർലെസ് ആയത് എന്ന് ചോദിച്ച് ഷെൻഷന് ചീത്ത പറഞ്ഞ് അവളോട് പുറത്ത് നിൽക്കാൻ പറയുന്നു. ചെക്ക് ചെയ്ത ശേഷം ഡോക്ടർ ഇപ്പൊ പുറത്തേക്ക് വരുന്നു. അവൻ എങ്ങനെയുണ്ട് എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഇപ്പൊ അവന് ആശ്വാസമുണ്ട്. ബട്ട് ഇനിയും ഒരുപാട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടറിന്റെ അഡ്വൈസ് നിങ്ങൾ എന്തായാലും കേട്ടേ പറ്റൂ. ഇത്ര കെയർലെസ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകുന്നു. ഷെൻഷൻ റൂമിലേക്ക് വന്ന് ബോക്സുവിനെ നോക്കി കിടക്കുവാണ്. അവന്റെ കൂടെയുള്ള ഓരോ മൊമെന്റ്സ് ഓർത്ത് അവൾ അവിടെ തന്നെ ഉറങ്ങി പോകുന്നു. പിറ്റേന്ന് ഹോസ്പിറ്റലില് ബോക്സുവിന്റെ ഫാൻസിന്റെ ബഹളമാണ്. സെക്യൂരിറ്റീസ് എന്തെല്ലാം പറഞ്ഞു നോക്കിയിട്ടും ഫാൻസ് ഒന്നും പോകുന്നില്ല. ഇവിടെ ഷെൻഷനും ബോക്സും ഡോക്ടറിന്റെ അടുത്താണ്. ഡോക്ടർ ബോക്സുവിനോട്, പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നീ കണ്ടോ? നീ ആരാ? എനിക്ക് നിന്നെ അറിയില്ല. അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ പോപ്പുലർ ആണോ നീ? പിന്നെ നിന്റെ ഫാൻസ് എന്ന് പറയുന്നവര്, അവർക്ക് അവരുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നത് അവരുടെ എല്ലാം ബ്രെയിൻ ഞങ്ങളുടെ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് ചെക്ക് ചെയ്യേണ്ടി വരുന്നതാണ് എന്ന് പറയുമ്പോൾ ഷെൻഷൻ, സോറി ഡോക്ടർ, ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ അവളുടെ ഫോണ് കാണിച്ചു കൊടുക്കുന്നു. ഇവരെല്ലാവരും ബോക്സുവിന്റെ ഫാൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഫോണ് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ നിൽക്കുന്ന മറ്റൊരു ഡോക്ടർ മെയിൻ ഡോക്ടറിനോട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ ഫാൻസ് അവരുടെ ഐഡലിനെ കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് എന്ന് പറയുന്നതും ഡോക്ടർ, നോൺസെൻസ്, മെഡിക്കൽ റിസോഴ്സ് അല്ലെങ്കിലേ വളരെ കുറവാണ്. ഈ ഫാൻസ് തന്നെ ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിക്കുള്ള പേഷ്യൻസ് ഡോക്ടേഴ്സിനെ കാണിക്കുന്നത്? അവരോടൊക്കെ ഇറങ്ങി പോവാൻ പറ, അല്ലെങ്കിൽ വേഗം പോലീസിനെ വിളിക്കുക എന്ന് പറയുന്നു. ഇപ്പോൾ ഡയറക്ടർ നാനും യുവും മാനേജർ സാനും അങ്ങോട്ടേക്ക് വരുന്നു. ഞങ്ങൾ ഈ പേഷ്യന്റിന്റെ ലീഡറാണ് എന്ന് പറഞ്ഞ് ഡയറക്ടർ നാൻ പരിചയപ്പെടുത്തുന്നു. അവസാനം നിങ്ങൾ വന്നല്ലോ, ഈ ഫാൻസിനോടൊന്ന് നിങ്ങൾ പോവാൻ പറ, ഇതൊരു ഹോസ്പിറ്റലാണ്, പേഷ്യൻസിനുള്ള സ്ഥലമാണ് എന്ന് ഡോക്ടർ പറയുന്നു. എനിക്ക് അവസ്ഥ മനസ്സിലാവും,
സോറി, ഞാൻ എല്ലാം ശരിയാക്കാം എന്ന് ഡയറക്ടർ നാൻ പറയുന്നു. ഡയറക്ടർ യു ബോക്സുവിനോട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ തന്നെ ഞങ്ങൾ തരാം എന്ന് പറയുന്നു. ഇത് കേട്ട ഡോക്ടർ, എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് നല്ല ഡോക്ടേഴ്സും നല്ല എക്യുപ്മെന്റ്സും ഇവിടെയുണ്ട്. നിങ്ങൾ എന്താണ് ആ വേർഡ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്? ഈ ചെക്കൻ, അതായത് ഈ സെലിബ്രിറ്റി, അവന്റെ എല്ലൊടിയുക മാത്രമാണ് ചെയ്തത്. അവന് വേറെ കാര്യമായിട്ട് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ പ്രശ്നത്തിന് ഒരു പരിഹാരം ചെയ്തു തരുവാണ് വേണ്ടത്. പുറത്തുള്ള കുഴപ്പങ്ങളൊക്കെ നിങ്ങളും കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. ഡയറക്ടർ ഞാൻ സോറി, അവൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി തരാം എന്ന് പറയുന്നു. ബോക്സുവിനെ കൊണ്ട് ആംബുലൻസ് പോകുന്നു. അതിന്റെ പുറകെ തന്നെ ബോക്സൂന്ന് വിളിച്ച് അലറിക്കൊണ്ട് ഫാൻസ് പോകുന്നുണ്ട്. ഇപ്പൊ ഷെൻഷൻ വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. യുവാൻ അങ്ങോട്ടേക്ക് വന്ന്, ഇത് ഒരുപാട് ഡിഷ് ഉണ്ടല്ലോ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ എന്ന് ചോദിച്ച് ചിക്കൻ സൂപ്പ് കാണുന്നതും അതെടുക്കാൻ പോകുന്നു. ഷെൻഷൻ, പേഷ്യന്റിനുള്ളതാണ്, മുഴുവൻ കുടിക്കരുത്, ഒരു ബൗള് മാത്രമേ കുടിക്കാവൂ എന്ന് പറയുന്നു. യുവാന്, അപ്പൊ ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ലേ? ഓ, ബോക്സുവിനാണോ? പക്ഷേ നിന്റെ ബോക്സു ഇപ്പൊ ബെഡിലല്ലേ, നീ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ ഫുഡും അവനെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സൂപ്പ് എടുക്കുന്നു. നീ അതാലോചിച്ച് ടെൻഷൻ ആവണ്ട, അവന് മൾട്ടി ന്യൂട്രീഷ്യൻസ് എന്തായാലും വേണം. പിന്നെ അവന്റെ കയ്യിനാണ് വയ്യാത്തത്, വയറിനല്ല എന്ന് പറഞ്ഞ് ഷെൻഷൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് കണ്ട് യുവാൻ, എനിക്ക് നീ വേറൊരാളായ പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ നീ എങ്ങനെയുണ്ടെന്നറിയോ? ഒരു ക്യൂട്ട് ഹൗസ് വൈഫിനെ പോലെയുണ്ട്. വയ്യാത്ത ഹസ്ബൻഡിന് വേണ്ടി കുക്ക് ചെയ്യുന്ന ഒരു ക്യൂട്ട് ഹൗസ് വൈഫ്. ഇവിടുത്തെ വായുവിൽ ഇപ്പം ഞാൻ പ്രണയവും ഹാപ്പിനെസ്സും എല്ലാം മണക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ മോളെ? പറ എന്ന് പറഞ്ഞ്, എനിക്ക് തോന്നുന്നത് ബോക്സ് ഒരു ബാഡ് ഗായ് അല്ലെന്നാണ്. അത്ര വലിയൊരു ബിൽഡിങ്ങിന്റെ മേലേന്ന് വീണപ്പോ അവൻ നിന്നെ പിടിച്ചില്ലേ, അതിന്റെ അർത്ഥം എന്താ? നിന്റെ കൂടെ മരിക്കാൻ വരെ അവൻ തയ്യാറാണെന്നാ. ഇത് കേട്ട ഷെൻഷൻ, ആരാ നിന്നോട് പറഞ്ഞ് അവൻ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്? നീ റിപ്പോർട്ടേഴ്സിനെക്കാളും നന്നായിട്ടില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ഇതേപോലെ പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുന്നു. യുവാൻ, ഞാനൊരു സത്യം പറഞ്ഞതാ, ബോക്സു നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ചാടിയത്. നിനക്കത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. നിന്നെ രക്ഷിച്ചതുകൊണ്ടാണ് അവന് ഫ്രാക്ചർ പറ്റിയത്. അവനൊരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ എടുത്തു ചാടുവാണ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? നീ അവന് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് അവൻ നിന്റെ കൂടെ ചാടിയത് എന്നൊക്കെ പറഞ്ഞ് ഷെൻഷനെ ആകെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് യുവാൻ അവിടുന്ന് പോകുന്നു. ഇപ്പൊ ഷെൻഷൻ ബോക്സുവിനുള്ള ഫുഡ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. റൂമിൽ ചേച്ചിയുണ്ട്. ഷെൻഷനെ കണ്ടപ്പോ ചേച്ചി, മരുന്ന് കുടിച്ചിട്ട് ഇപ്പൊ ഉറങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം എന്ന് ചേച്ചി പറയുമ്പോൾ ഷെൻഷൻ ആ ഫുഡ് ടേബിളിൽ വെച്ച് ചേച്ചിയുടെ കൂടെ പോകുന്നു. ചേച്ചി ബോക്സുവിന്റെ ഫേവറേറ്റ് ഫുഡ് കൊണ്ടുവന്നതിന് ഷെൻഷനോട് താങ്ക്സ് പറയുന്നു. ഷെൻഷൻ, അവൻ എന്റെ ജീവൻ രക്ഷിച്ചു, ഇതെന്തായാലും അത്രയ്ക്കൊന്നുമില്ല എന്ന് പറയുന്നു. ചേച്ചി, അവനിപ്പോ ചെയ്ത കാര്യം കണ്ട് എനിക്ക് ആകെ അത്ഭുതമാണ്. എങ്ങനെയാ മറ്റൊരാളെ കെയർ ചെയ്യുക എന്നറിയാത്ത ഒരാളായിരുന്നു അവൻ. പക്ഷേ അവൻ ഈ അടുത്തായിട്ട് ഒരുപാട് മാറി എന്ന് പറയുമ്പോൾ ഷെൻഷൻ, ചിലപ്പോൾ അത് ഞാൻ കാരണമാണോ എന്ന് ചോദിക്കുന്നതോടുകൂടി എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.